താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഉണ്ണികൃഷ്ണന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് കാർട്ടൺ ക്ലബിലെ മറ്റ് മെമ്പേഴ്സിന്റെ പ്രവേശനം ഇന്ന് തടഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രിയും പകലും ഉണ്ണികൃഷ്ണനും കൂട്ടുകാരും ഇവിടം ഒരു വൃന്ദാവനമാക്കി മാറ്റും. കം ഓൺ, എൻജോയ്. നടക്കടാ. ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഇതിനകത്ത് 6 ബുള്ളറ്റ്സ് ഉണ്ട്. അത് 6ഉം നിന്റെ തലച്ചോറിൽ ഞാൻ നിക്ഷേപിക്കും. എനിക്കൊരു അബദ്ധം പറ്റിയത് ശരിയാണ്. തൽക്കാലം ശ്രീദേവിയെ ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്യാം. എന്ന് വെച്ചാൽ ഞാൻ ദിലീപിനെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്റെ ഡാഡി ഒരു മെഡിക്കൽ കോൺഫറൻസിന് നാളെ ഡൽഹിക്ക് പോവുകയാണ്. 20 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാകില്ല. അടുത്ത 22-ന് തിരിച്ചു വരും. എന്ന് രജിസ്റ്റർ ചെയ്യാം? തിങ്കളാഴ്ച ചെയ്യാവോ? എന്തിന്? ഡാഡി നാളെ പോവും. മറ്റന്നാൾ തന്നെ നടത്താം. ഇത് ആരോടെങ്കിലും ഒന്ന് പറയാൻ ഒരാള് വേണ്ടേ? മനസ്സിലായില്ല. ശ്രീദേവിയെ പുറത്തു വിടില്ല. അച്ഛനെ കാണാൻ നിവൃത്തിയില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും സഹായിച്ച് ഇതൊന്നും നടത്തി തരണം. ശരി, 2 ദിവസം കൂടി നിനക്ക് അവധി തരാം. നീ എന്റെ വലയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. സാധിക്കില്ല എന്ന് പറഞ്ഞുണ്ടായില്ല. എനിക്ക് ശ്രീദേവിയെ കണ്ടൊരു ആശ്വാസവാക്ക് പറയാൻ പോലും നിങ്ങളുടെ അച്ഛൻ സമ്മതിക്കുന്നില്ല. അതിനവളെ വീട്ടിൽ നിന്ന് പുറത്തു വിടണ്ടേ? അച്ഛനെ കുറിച്ച് എനിക്ക് അറിയണ്ട. രജിസ്ട്രേഷൻ മറ്റന്നാൾ നടന്നിരിക്കും. നീ ജീവിച്ചിരുന്നാൽ. എനിക്ക് അവളെ ഒന്ന് കാണണം. ശ്രീദേവിയെ ഞാൻ സമാധാനിപ്പിക്കാം. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ. മിസ്റ്റർ ദിലീപ് വിചാരിച്ചാൽ മാത്രമേ അത് നടക്കൂ. അതിന് ഞാൻ സൗകര്യം ഉണ്ടാക്കാം. നീ സംസാരിക്കും. എന്നെ കബളിപ്പിക്കാമെന്നാണ് നിന്റെ വിശ്വാസമെങ്കിൽ അതുവരെ നീ ജീവിച്ചിരിക്കില്ല. ഇന്നലെ എന്താ വരാത്തെ? എന്തു പണിയാ കാണിച്ചത്? ഞാൻ അവിടെ കാത്തു നിന്ന്. ആ ശ്രീദേവിയോ? വാ വാ ഇരിക്കും. വാ വാ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? ആ മായ, ഇതാണ് ഞാൻ പറയാറുള്ള ശ്രീദേവി. ഹലോ. ഹലോ. കുടിക്കാൻ ഒന്നും വേണ്ട. എന്താ സുഖമില്ലേ? ചേട്ടനെ ഇന്നലെ കണ്ടിരുന്നു. ആ, ഉണ്ണിയെ കാണണമെന്ന് പറഞ്ഞു. എന്തിന്? എന്തെങ്കിലും പറയാനുണ്ടോ? വേഗം പറയണം. എനിക്ക് ഒരല്പ ജോലി തിരക്കുണ്ട്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എങ്ങനൊക്കെ? എനിക്ക് ആകെ പേടിയാവുന്നു ഉണ്ണി. അത് ശരി, ആരാച്ചാര മോക്ക് പേടികൊള്ളാം. ആ പിന്നെ ഞാൻ വരാൻ പറഞ്ഞ എന്തിനാന്നറിയാം? ഇന്ന് ഹോസ്പിറ്റലിൽ ഒഴിവുണ്ട്. ഒരു 2 മണിക്കൂറിന്റെ കാര്യമുള്ളൂ. ഞാൻ ആ നേഴ്സ് ലീലയെ വിളിച്ച് പറഞ്ഞു. എന്റെ പേര് പറഞ്ഞാൽ മതി, അവർക്ക് മനസ്സിലാവും. ആ പിന്നെ ശ്രീദേവി കാശൊന്നും കൊടുക്കണ്ട. ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു. ചെൽ വേഗം. എനിക്ക് ആരുമില്ല ഉണ്ണി. ഈശ്വരനെ വിചാരിച്ച് എന്നെ രക്ഷിക്കണം. ഇനിയിപ്പോ ഈശ്വരനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ദേ, കരഞ്ഞു വെള്ളം ഉണ്ടാക്കാനോ ഇവിടെ സത്യാഗ്രഹം ഇരിക്കാനോ ഉദ്ദേശമെങ്കിൽ അതൊന്നും ഇവിടെ നടപ്പില്ല. ഉണ്ണി, ചേട്ടനോട് രജിസ്റ്റർ മാരേജ് ചെയ്യുന്നല്ലേ പറഞ്ഞത്? അയ്യോ, ചേട്ടനോട് മാത്രമല്ല, എത്രയോ ചേച്ചിമാരോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. അത് ഞാൻ മാത്രമാണെങ്കിലല്ലേ. ഇതങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിന്നെ എത്ര പേര് രജിസ്റ്റർ ചെയ്യണം? സാബു, ആ ഫോട്ടോ എടു. നല്ല അസൽ പ്രിന്റ്. നോക്കടാ. ഇതിനെപ്പറ്റി എന്ത് പറയുന്നു? മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിച്ച് നഴ്സിംഗ് ഹോമിലേക്ക് ചെന്നില്ലെങ്കിൽ ഇതിന്റെ 1000കണക്കിന് കോപ്പികൾ ഇവിടുത്തെ തെരുവീതികളിൽ ഞാൻ വാരി വതറും. നിന്റെ തന്ത ആരാച്ചാരുടെയും മറ്റേ ചേട്ടച്ചാറുണ്ടല്ലോ, അവന്റെയും മാനം ഈ തെരുവീതികളിൽ കിടന്ന് പറക്കും. എന്ത് പറയുന്നു? നഴ്സിംഗ് ഹോമിലേക്ക് പോന്നോ അതോ ഇവിടുന്ന് ഇറങ്ങി പോന്നോ? ഇറങ്ങി പോയി അവിടുന്ന്. അവളുടെ ഒരു ഗർഭം.
കമോൺ മായ. ഇതാ ഉണ്ണി. ഡോക്ടർ, ശ്രീദേവി, ശ്രീദേവി. നീ എന്തിനു വന്നടാ ദ്രോഹി? അവളെ കൊന്നത് നീയാണാ? നീ ഒരുത്തനാടാ അവളെ കൊന്നത്? നീ എന്തിനു വന്നു? ശവം ചുട്ടു തിന്നാനോ? തിന്നടാ, തിന്ന്. ദ്രോഹി, ദ്രോഹി. ഉണ്ണികൃഷ്ണൻ എവിടാ? എവിടാ ഉണ്ണികൃഷ്ണൻ? ധൃതിയാ.
ഉണ്ണികൃഷ്ണൻ എവിടെടാ? എനിക്കറിയില്ല. ഉണ്ണികൃഷ്ണൻ വീട്ടിലുണ്ട്. യെസ്, വിശ്വനാഥൻ ഹിയർ. ഞാൻ ഗോപിയാണ്. എന്താ ഗോപി? ദിലീപ് ഫ്യൂണറൽ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഒരല്പം വിഗ്രസാണ്. ആ, അവൻ തീർച്ചയായും ഡോക്ടർ ശ്രീനിവാസന്റെ മകൻ ഉണ്ണികൃഷ്ണനോട് പ്രതികാരം ചെയ്യാതിരിക്കില്ല. എന്ത് ചെയ്യണമെന്നാ ഗോപി പറയുന്നത്? ദിലീപിനെ ഫോളോ ചെയ്ത് അവനെ വകവരുത്തിയാൽ കുറ്റം ഓട്ടോമാറ്റിക്കായി ഉണ്ണികൃഷ്ണന്റെ പെടലിൽ വീഴും. ഉണ്ണികൃഷ്ണനും ദിലീപിന്റെ പെങ്ങൾ ശ്രീദേവിയും തമ്മിലുള്ള ബന്ധം നാട്ടിൽ മുഴുവൻ പാട്ടാണ്. കൊള്ളാം, ഗുഡ് ഐഡിയ. ഏതായാലും ഗോപി പെട്ടെന്ന് ഇങ്ങോട്ട് വരും, നമുക്കൊന്നിച്ചത് നേരിടാം. മിസ്റ്റർ അച്യുതൻ, കൃത്യം 11:30 നാം മുക്ക കോളനി വളഞ്ഞിരിക്കണം. ഒരു 2 വാൻ പോലീസ് ഓടി ഇരുന്നോട്ടെ, വിത്ത് ആംസ്. യെസ് സർ. വളരെ അപകടം പിടിച്ച ഏരിയയാണത്. കമ്മീഷണർ സാർ പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാം. എല്ലാവരും റെഡിയാണ് സർ. ഓർഡർ തന്നാൽ മതി. എല്ലാം റെഡിയാണ് സാർ. എങ്ങനെയായാലും അവൻ ആ വഴിയെ വരും. ആ ASP സുധീന്ദ്രനെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ. സുധീന്ദ്രന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. വന്ന സമയം മുതൽ അയാളൊരു കുഴപ്പക്കാരനാണ്. ആ, സാരമില്ല, ഞാൻ അയാളെ വേറെ വഴിക്ക് തിരിച്ചു വിട്ടോളാം. യു പ്രൊസീഡ്. ഇതൊരു നല്ല അവസരമാണ്. ഞാൻ ഇവിടെ എത്തിക്കോളാം. ഓക്കെ? മിസ്റ്റർ സുധീന്ദ്രൻ, ഒരു തിരുത്ത്. റബ്ബർ ഫാക്ടറിക്ക് പിന്നിലുള്ള മുക്കോ കോളനി അല്ല, എയർപോർട്ടിനടുത്ത് ബീച്ചിന് പിന്നിലുള്ള മുക്കോ കോളനിയാണെന്നാണ് CBI റിപ്പോർട്ട്. ഇന്നത്തെ സങ്കേതം അവിടെയാണ്. ദാറ്റ് ഈസ് കൺഫേം. നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി. ശരി സർ. ദാ ഓർഡർ. ഷൂട്ട് ദം ഓൺ ദി സ്പോട്ട്. സർ, പിടിക്കാൻ കഴിഞ്ഞാൽ അവരെല്ലാം പിടിക്കുന്നതല്ലേ നല്ലത്? എന്തിന്? ഓർഡർ അല്ലേ ഇരിക്കുന്നത്? ഷൂട്ട് ഓൺ ദ സ്പോട്ട്. യെസ് സർ. മിസ്റ്റർ അച്യുതൻ സർ. ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് പുറപ്പെടുന്നു. എന്റെ ടെലിഫോൺ മെസ്സേജിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. മെസ്സേജ് കിട്ടിയാൽ ഇമ്മീഡിയറ്റ് ആയി അങ്ങോട്ട് വന്നേക്കണം. ഓക്കെ? യെസ് സർ.